ഈ കത്തുന്നത് ഒരു രാജ്യത്തിന്റെ പാർലമെന്റാണ്. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ ഒരു റെവല്യൂഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും റെവല്യൂഷൻ അല്ല, ജെൻസി റെവല്യൂഷൻ. ഈ ഓടുന്നതും ജനങ്ങൾ ചവിട്ടുന്നതും ഓടിച്ചിട്ട് തല്ലുന്നതും അവസാനം പിടികൂടുന്നതുമൊക്കെ നേപ്പാളിലെ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും കാരണം നേപ്പാളിൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതാണ് എന്ന് നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. പക്ഷെ കുറേ ആപ്പുകൾ ബാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല നേപ്പാളിലെ യുവജനങ്ങൾ തെരുവിലോട്ട് ഇറങ്ങിയത്. ഒരുപാട് പറയാനുണ്ട്. വെൽക്കം ടു ദ യെസ് അഭിജിത്ത് ഷോ. സെപ്റ്റംബർ 4, 2025 നേപ്പാളിൽ സോഷ്യൽ മീഡിയ ആപ്പുകളും സൈറ്റുകളും ബാൻ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ സൈറ്റുകൾ എന്ന് പറയുമ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങി എല്ലാം. നേപ്പാളിൽ പക്ഷേ ഇതിൻ്റെ കൂടെ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയ ബാൻ ചെയ്തപ്പോൾ യുവാക്കൾ തെരുവിലിറങ്ങി. ജെൻസികൾ മൊത്തം ഇറങ്ങി. ഇങ്ങനൊരു പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഓളി വിചാരിച്ചത് ഇതിനെ അടിച്ചമർത്താം, കുറച്ച് ജെൻസികളല്ലേ, കുറച്ച് കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നേപ്പാൾ ഗവൺമെൻറ് അത് ചെയ്യുകയും ചെയ്തു. 19ഓളം ആൾക്കാരാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത് അവിടെ. മാത്രമല്ല 400-നടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബിഗ് മിസ്റ്റേക്ക്. ഗവൺമെൻറ്റിന് വൈകാതെ മുട്ടുമടക്കേണ്ടി തന്നെ വന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇതുവരെ മലയാളം മീഡിയകൾ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതുകൊണ്ട് യുവാക്കൾ നിരത്തിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കി എന്നാണ്. എന്നാൽ അങ്ങനെ അത്രത്തോളം സിമ്പിളല്ല കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതും സോഷ്യൽ മീഡിയ ആപ്പുകളെ നിരോധിച്ചതുമൊക്കെ ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് വേണം പറയാൻ. ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നേപ്പാളിൽ ഒരു ലോഡ് പ്രശ്നങ്ങൾ, ഒരു ലോഡ് ഗവൺമെൻറ്റിനെതിരെയും അവിടുത്തെ നിയമവാഴ്ചയ്ക്കെതിരെയും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയ മാൻ ഇങ്ങനെ ഒരു റിവല്യൂഷന് തിരികൊളുത്തി എന്ന് മാത്രമേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. നേപ്പാളിലെ സോഷ്യൽ മീഡിയ ബാനിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടന്നിരുന്നത് ബാനിന് മുന്നേ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നേപ്പാളിലെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. #നെപ്പോ കിഡ്സ്, #നെപ്പോ ബേബീസ്. പേരിൽ തരെയുണ്ടല്ലോ, നെപ്പോ കിഡ്സ്, നെപ്പോ ബേബീസ്. നെപ്പോട്ടിസത്തിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട്, നേപ്പാളിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നെപ്പോ കിഡ്സ് അല്ലെങ്കിൽ നെപ്പോ ബേബീസ് എന്നൊക്കെ വിളിക്കുന്നത് സാധാരണ സെലിബ്രിറ്റീസിൻ്റെ മക്കളെയൊക്കെയാണ്. അവർക്ക് സിനിമയിലോട്ട് വരുന്നത് കഴിവുള്ളത് കൊണ്ട് മാത്രമല്ല, അവർക്കൊക്കെ വലിയ കണക്ഷൻസ്, അല്ലെങ്കിൽ അച്ഛൻ വലിയ നടനായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ വലിയ പ്രൊഡ്യൂസറായിരുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. നേപ്പാളിലെ കാര്യം പറയുമ്പോൾ ഈ ഒരു നെപ്പോ കിഡ്സ്, നെപ്പോ ബേബീസ് എന്ന് പറഞ്ഞിട്ടൊരു #ഉം ഒരു ട്രെൻഡും ഒക്കെ വരുന്നത് അവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എക്സ്പോസ് എന്ന് പറയുമ്പോൾ ഈ ട്രെൻഡിൽ വരുന്ന വീഡിയോകൾ ടാർഗറ്റ് ചെയ്തിരുന്നത് നേപ്പാളിലെ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കളെയാണ്. എങ്ങനെ അവർ എത്ര വലിയ ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുന്നു എന്ന് കാണിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ കാണിച്ചു തരാം. Around my room, my world's so bright, it's hard to breathe, but that's alright. Hush. കണ്ടില്ലേ, ഈ വീഡിയോകളിലൊക്കെ ഫീച്ചർ ചെയ്യുന്നത് എങ്ങനെ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു, അതേസമയം സാധാരണ ആൾക്കാർ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. നേപ്പാളിലെ യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു.
അതും ഗവൺമെൻറ്റിനും സിസ്റ്റത്തിനും കറപ്ഷനുമൊക്കെ എതിരെ. അങ്ങനെ ഓഗസ്റ്റ് 28 നേപ്പാൾ ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കിയിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ഗവൺമെൻറ് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ കൺട്രോൾ വേണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ. നേപ്പാളിൽ കുറച്ച് കാലം മുന്നേ ഉള്ള റിക്വയർമെൻറ്റാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊന്നും, അതായത് പുറം രാജ്യത്തുള്ള ആപ്പുകളാണല്ലോ, US ബേസ്ഡ് ആപ്പുകളാണല്ലോ, അവരൊന്നും അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരാഴ്ച സമയമാണ് സോഷ്യൽ മീഡിയ ആപ്പുകൾക്കൊക്കെ നേപ്പാളീസ് ഗവൺമെൻറ് കൊടുത്തത്. കുറച്ച് ആപ്പുകളൊക്കെ ഈ ഒരു സംഭവം മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്ത് അവർക്കുള്ള ആക്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിക്ടോക്കും വൈബറും ഒക്കെ മുന്നേ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടിക്ടോക്കും വൈബറൊക്കെ ചൈനീസ് ആയതുകൊണ്ട് പണ്ടേ ഒരിക്കൽ ബാൻ ആയതാണ് നേപ്പാളിൽ. എന്നിട്ട് അവർ തിരിച്ചു വന്നത് അവിടെ തിരിച്ചു വന്നത് ഇതുപോലെ ഒരു ഗവൺമെൻറ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. അതുകൊണ്ട് എന്തായി, ടിക്ടോക്കും വൈബറും ഒന്നും അവിടെ ബാൻ ചെയ്തില്ല. ഈ ഒരു സോഷ്യൽ മീഡിയ ബാൻ ആയത് അമേരിക്കൻ ബേസ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ ആപ്പുകളൊക്കെ. സെപ്റ്റംബർ 4 നേപ്പാളിൽ ഇങ്ങനൊരു ബാൻ ഇംപ്ലിമെൻ്റ് ആവുന്നത്. ഇങ്ങനൊരു ബാൻ വരുന്നതിലൂടെ, അതായത് ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്പുകൾ, ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അങ്ങോട്ട് ബാൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? ആൾക്കാരുടെ ഫസ്റ്റ് റിയാക്ഷൻ ഇത് നെപ്പോ ബേബീസിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ നെപ്പോ കിഡ്സിൻ്റെ ട്രെൻഡ് അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി എന്നാണ്. മാത്രമല്ല ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടത് അവിടുത്തെ. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന പലതരം ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുള്ള പോലെ നേപ്പാളിലുമുണ്ട്. അവരെല്ലാവരും അഫക്റ്റഡായി, അതായത് ജനങ്ങൾ മൊത്തം അഫക്റ്റഡായി. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ജെൻസിനെ തന്നെ എന്ന് വേണം പറയാൻ. അതിന് കാരണം അപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന, അവർ എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്ന നെപ്പോ കിഡ്സ് അല്ലെങ്കിൽ നെപ്പോ ബേബീസ് എന്ന ട്രെൻഡ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. നേപ്പാൾ ഒരു ഡെമോക്രസി തന്നെയാണ്, പക്ഷേ കാലങ്ങളോളം അതൊരു മൊണാർക്കിയായിരുന്നു, അതായത് രാജഭരണമായിരുന്നു. അവിടെ 2008 വരെ നേപ്പാളിൽ രാജഭരണമായിരുന്നു. ഇതുപോലെ തന്നെ വലിയൊരു പ്രക്ഷോഭത്തിനൊടുവിലാണ് അവിടുത്തെ രാജഭരണം അങ്ങോട്ട് ഇല്ലാണ്ടായതും പിന്നീട് ഡെമോക്രസി വരുന്നതും. 2015 നേപ്പാളിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ബേസിലാണ് പിന്നീട് ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് നേപ്പാൾ. അപ്പോഴേക്കും ഇങ്ങനെ തന്നെയായി. അപ്പോൾ സെപ്റ്റംബർ 4 നേപ്പാൾ ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയകളും ബാൻ ചെയ്യുകയാണ്. ഇങ്ങനൊരു സംഭവം, ഒരു സോഷ്യൽ മീഡിയ ബാനൊക്കെ വന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ഗവൺമെൻറ്റിനൊക്കെ എതിരാവുന്നതിൻ്റെ ഇടയിലാണ് ഒരു NGO കാര്യം എടുത്തു പറയേണ്ടത്. ഹമി നേപ്പാൾ. ഇതാണ് ഹമി നേപ്പാളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിൽ ഉള്ളത് ദ പവർ ആൻഡ് വോയിസ് ഓഫ് ദ യൂത്ത്സ്. ഈ ഒരു NGO ഫൗണ്ടർ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുദാൻ ഗുരുങ് എന്ന് പറഞ്ഞ ആളാണ്. ഇയാളൊരു ജെൻസിയാണെന്ന് ചോദിച്ചാൽ ജെൻസി അതൊന്നും പറയാൻ പറ്റില്ല, 36 വയസ്സുള്ള ഒരാളാണ്. പക്ഷേ ഇയാളുടെ NGOയുമാണ് ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിന്, അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ബാനെതിരെയും ഗവൺമെൻറ്റിൻ്റെ കറപ്ഷനെതിരെയുമൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താനുള്ള ആഹ്വാനം ചെയ്യുന്നതും അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നതും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും. ഈ ഒരു പ്രൊട്ടസ്റ്റിന് അവർ പേര് കൊടുത്തിരുന്നത് യൂത്ത്സ് എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നാണ്. ഇയാളുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതേ അക്കൗണ്ടിൽ ഒരു QR കോഡും കൊടുത്തിട്ടുണ്ടായിരുന്നു, സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഫോർ ദ പ്രൊട്ടസ്റ്റ്. ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു QR എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഡിസ്കോഡ് ചാനലിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്കോഡ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് അത് ഇട്ട്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് തന്നെയാണ്. ഇത് ബാൻ ചെയ്തത് തന്നെയായിരുന്നു, പക്ഷേ എന്നാലും അവിടെ VPN ഒക്കെ വെച്ചിട്ട് ഈ സൈറ്റുകളും ആപ്പുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ശരിക്കും, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് ലൈവായിട്ട് നടന്നത് എന്ന് കാണാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് നമുക്ക് ഡിസ്കോഡ് ആപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഡിസ്കോഡ് ചാനലിൻ്റെ ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഈ ഡിസ്കോഡ് ചാനൽ ഞാൻ കുറച്ചൊക്കെ നോക്കി. അപ്പോൾ ഈ ഡിസ്കോഡ് ചാനൽ വെച്ചിട്ടാണ്, അതിനകത്തുള്ള പ്ലാനിങ്ങുകൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് മൊത്തം നടന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് അത് മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്തായാലും അവർ പ്ലാൻ ചെയ്തതുപോലെ സെപ്റ്റംബർ 8 നേപ്പാളിലെ എല്ലാ സിറ്റികളിലും ആൾക്കാർ പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങി. അതിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നത് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത് യുവാക്കൾ തന്നെയാണ്. കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ടിക്കെതിരെയോ ഒരു സ്പെസിഫിക് പൊളിറ്റീഷ്യനെതിരെയോ ഉള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല. മൊത്തം ഗവൺമെൻറ്, മൊത്തം സിസ്റ്റത്തിനെതിരെയുള്ളൊരു, അതായത് ആൻറ്റി കറപ്ഷൻ, യൂത്ത് എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഈ ഒരു ഫോട്ടോ നോക്കൂ, ജെൻസി എഗെയിൻസ്റ്റ് കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം, നോ മോർ നെപ്പോ ബേബീസ്, വി ഡിമാൻഡ് ഫോർ ഫെയർ ഓപ്പർച്യൂണിറ്റീസ്. നേപ്പാളിലെ മന്ത്രിസഭ നോക്കുകയാണെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭയാണ്.
അതിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് KP ശർമ്മ ഓളി എന്ന ആളാണ്. ആളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന പാർട്ടിയാണ്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ നോക്കുകയാണെങ്കിൽ നേപ്പാളി കോൺഗ്രസ് ആണ്, നേപ്പാളിലെ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയിലുള്ള പാർട്ടികളുടെയൊക്കെ ഓരോരോ പതിപ്പും അവിടെയുണ്ട്. ഈ ഒരു തൂക്കുമന്ത്രിസഭയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി, ലോക് താന്ത്രിക് സമാജ്വാദി പാർട്ടീനെ കാണാം, പീപ്പിൾ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടീനെ കാണാം. അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും എതിരെയുള്ളൊരു പ്രതിഷേധമായിരുന്നു. നമുക്ക് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. സെപ്റ്റംബർ 8 രാവിലെ 9 മണിക്കാണ് ഈ പ്രൊട്ടസ്റ്റ് തീരുമാനിച്ച പോലെ തുടങ്ങിയത്. നേപ്പാളിലെ എല്ലാ സിറ്റികളിലും പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടന്നത് കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിൻ്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡുവിൽ. ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, അതായത് സമാധാനപരമായ ഒരു പ്രക്ഷോഭമായിട്ടായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. രാവിലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സമാധാനപരമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇത്രയും ജനക്കൂട്ടവും ഇത്രയും ആൾക്കാരും, നേപ്പാളിലെ ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലത്തെ പോലത്തെ ആൾക്കാരൊക്കെ തന്നെയാണെന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കുറച്ച് വയലൻ്റായി തുടങ്ങി എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രൊട്ടസ്റ്റേഴ്സ് ആദ്യം വയലൻ്റായി, അതുകൊണ്ട് നമുക്ക് വെടിവെക്കേണ്ടി വന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. മറുഭാഗം പറയുന്നത് പോലീസ് നമ്മളെ വെടിവെക്കുകയാണ് ഉണ്ടായത് എന്നും. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ നോക്കിയാലും ആകെ മൊത്തം വയലൻ്റ് സീനായിരുന്നു. ഒരു ഇംഗ്ലീഷ് യൂട്യൂബർ ഇതൊക്കെ നടക്കുമ്പോൾ അവിടെ നേപ്പാളിലുണ്ടായിരുന്നു. ആളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നേപ്പാൾ ഈസ് ഓൺ ഫയർ. ഞാൻ അതിലെ കുറച്ച് വിഷ്വൽസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. പോലീസ് എത്ര പേരെ കൊന്നു എന്നറിയോ? 19 പേരെ. അതും പല ആൾക്കാരുടെ തലക്കിട്ട് വെടിവെച്ചാണ് കൊന്നത് എന്ന് പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. കാര്യങ്ങൾ എന്തായാലും നേപ്പാൾ ഗവൺമെൻറ് വിചാരിച്ച പോലെ നിന്നില്ല. അവർക്ക് ആ ഒരു പ്രൊട്ടസ്റ്റിനെ ഒതുക്കി തീർക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ വോയിസിനെ സപ്രസ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. 19 പേരാണ് മരിച്ചത്, 400-ലേറെ ആൾക്കാർ ആശുപത്രിയിലുമുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനിയും കൂടുതൽ വഷളായാൽ കൈവിട്ടു പോകും, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഗവൺമെൻറ്റും രാജ്യവും ഒക്കെ പോവും, അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കുമെന്ന് തോന്നിയുണ്ടാവും നേപ്പാൾ ഗവൺമെൻറ് ആ ഒരു സോഷ്യൽ മീഡിയ ബാന് അങ്ങോട്ട് ഇല്ലാതാക്കി, അല്ലെങ്കിൽ നിർത്തിവെച്ചു, അതായത് പിൻവലിച്ചു. അതായത് ഇനി തൊട്ട് ബാനൊന്നുമില്ല, നിങ്ങൾക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് യൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ ശരിക്കും അതിനെക്കാട്ടിലും കൂടുതൽ കൈവിട്ടു പോയിരുന്നു. ഇത് വെറും കുറേ ആപ്പുകൾ ബാൻ ചെയ്തതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല, അതൊക്കെ മേലെയായിരുന്നു. ഇത് ടോട്ടൽ സിസ്റ്റത്തിനെതിരെ ഉള്ള ഒരു പ്രൊട്ടസ്റ്റായി മാറിയിരിക്കുന്നു. ഒരു ആൻറ്റി കറപ്ഷൻ അല്ലെങ്കിൽ യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് നമ്മൾ കണ്ടില്ലേ, കറപ്ഷനെതിരെ, ഈ ഒരു സിസ്റ്റത്തിനെതിരെ, അവിടുത്തെ ആ സിസ്റ്റത്തിനെതിരെ ഉള്ളൊരു പ്രൊട്ടസ്റ്റ് തന്നെയായി മാറിയിരിക്കുന്നു. അതും ഇത്രയും യൂത്തും ഇത്രയും ആൾക്കാരൊക്കെ അൾട്രാ വയലൻ്റായി മാറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങൾ, നേപ്പാൾ എന്ന രാജ്യത്ത് നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, 19 ആൾക്കാർ മരിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിനു മുന്നേ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നേപ്പാളിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് അത് നിർത്താൻ വേണ്ടി ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കലാപങ്ങൾക്ക് അവിടെ പോലും ഇത്രയും ആൾക്കാർ മരിച്ചിട്ടില്ല. ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഇത്രയും ആൾക്കാർ മരിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഹോം മിനിസ്റ്റർ രമേശ് ലെഹക്ക് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 9 അതായത് അടുത്ത ദിവസം. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ രാജിയിലൊന്നും കാര്യങ്ങൾക്ക് തീരുമാനമായില്ല. പല സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പക്ഷേ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വരുമ്പോൾ, ഇത്രയും പ്രൊട്ടസ്റ്റേഴ്സ് ഒന്നിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും പോലീസ്? കൊല്ലണ്ടവരെയൊക്കെ കൊന്നു കഴിഞ്ഞു. വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. പ്രക്ഷോഭത്തിന് വന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്തത് നേപ്പാളീസ് പാർലമെൻ്റ് ആയിരുന്നു. പാർലമെൻറ്റ് അവരെ അറ്റാക്ക് ചെയ്തു. വെറുതെ അറ്റാക്ക് മാത്രമല്ല അവർ ചെയ്തത്, അവരതിന് തീയിട്ടു. The Parliament of Nepal has been set on fire. The security has been breached by the protesters. It appears that on your TV screens, aerial shots of the Parliament building that was set on fire by the Gen Z protesters. സിംഗ ദർബാർ എന്നറിയപ്പെടുന്ന നേപ്പാളീസ് പാർലമെൻറ്റ് തകർത്തത്, അതിന് തീയിട്ടത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. കാരണം നേപ്പാളിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് ഈ ഒരു പാർലമെൻറ്റിൽ വെച്ചാണ്. ഈ ഒരു പാർലമെൻറ്റിനെ അവരൊരു കറപ്ഷൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം കാണുന്നുണ്ടാവുക. അതിനെയാണ് തകർത്തത്, അതിനാണ് തീയിട്ടത്. പാർലമെൻറ്റിൽ മാത്രമായിട്ട് അവർ നിർത്തിയില്ല കേട്ടോ, സുപ്രീം കോർട്ടിനും തീയിട്ടു. Supreme Court is now set on fire by the mobsters. Protesters have set the Supreme Court in Kathmandu on fire.
സുപ്രീം കോർട്ടിൽ നിന്നില്ല, അവരവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും വസതികൾ വരെ അറ്റാക്ക് ചെയ്തു. മാത്രമല്ല, നമ്മൾ വീഡിയോയുടെ ആദ്യം കാണിച്ചില്ലേ ഫിനാൻസ് മിനിസ്റ്റർ, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ അവർ റോട്ടിലൂടെ ഓടിച്ചിട്ട് തല്ലി, അയാളുടെ ഉടുതുണി വരെ ഊരി അവർ ഒരു പുഴയിലൂടെ നടത്തിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല, അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജാലാനാഥ് കനാലിൻ്റെ വീടിനും തീയിട്ടു. ആ തീയിടലിൽ വീട് മൊത്തം കത്തി. അതിൽ അയാളുടെ ഭാര്യ വെന്ത് മരിച്ചു. മറ്റൊരു മുൻ പ്രധാനമന്ത്രിയായ ഷേർ ബഹദൂർ ദ്വേബ എന്ന ആളെയും അയാളുടെ ഭാര്യയെയും ആൾക്കാർ ഉപദ്രവിച്ചു. ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അവരുടെ വീഡിയോകൾ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റീഷ്യൻസിൻ്റെ വീടുകൾ മാത്രമല്ല കേട്ടോ, പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വീടുകളും ഇവർ ആക്രമിച്ചു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി ക്രേസി എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. ഈ പ്രൊട്ടസ്റ്റേഴ്സൊക്കെ ആ നാട്ടിലെ പ്രിസൺ, അതായത് പലതരം ജയിലുകൾ അറ്റാക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ജയിലിലെ 13,500 കൂടുതൽ ജയിൽ തടവുകാർ രക്ഷപ്പെട്ടു. എന്തായാലും കാര്യങ്ങളൊക്കെ ഒരുപാട് കൈവിട്ട് പോയപ്പോൾ നേപ്പാളീസ് ആർമി ഇറങ്ങി, കൺട്രോളൊക്കെ ആർമി ഏറ്റെടുക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഓളി അവസാനം രാജിവെച്ചു. രാജ്യത്തെ പ്രധാനമന്ത്രി മാത്രമല്ല, ബാക്കിയുള്ള മന്ത്രിമാരും രാജിവെച്ചു. എന്തായാലും നേപ്പാളിൽ കുറച്ചെങ്കിലും സമാധാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മാത്രമല്ല, അവിടുത്തെ പ്രസിഡൻറ്റ് ആ പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ചെയ്തു. പിന്നെ പുതിയ എലക്ഷൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 5, 2026 ഇതിനിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ നടന്നിട്ടുണ്ട്. അടുത്ത കൊല്ലത്തെ ഇലക്ഷന് മുന്നേ ഒരു ഇൻ്ററിം പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ഡിസ്കോഡ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തൊരു പോൾ വെച്ചിട്ടാണ്, അതിൽ ആർക്കാണ് എത്ര കൂടുതൽ വോട്ട് ലഭിച്ചത് എന്ന ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്ററിം പ്രൈം മിനിസ്റ്ററിനെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. സുശീല കാർക്കി എന്നാണ് നേപ്പാളിലെ പുതിയ പ്രൈം മിനിസ്റ്ററിൻ്റെ പേര്. ഇൻ്ററിം പ്രൈം മിനിസ്റ്ററാണ്. നേപ്പാളിലെ ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്ററും കൂടെയാണ്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ പ്രൊട്ടസ്റ്റുകൾ, ഇതുപോലത്തെ ഗവൺമെൻറ്റിനെ തന്നെ തള്ളി താഴെയിടുന്ന പ്രൊട്ടസ്റ്റുകൾ നമ്മുടെ ഇന്ത്യക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പണ്ട് തൊട്ടേ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് തൊട്ട് പ്രശ്നങ്ങളാണ്. അവിടെ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ പോലും ഇതുവരെ 5 വർഷം തയ്ച്ചിട്ടില്ലല്ലോ. അത് അവരവിടെ വിടും. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ശ്രീലങ്കയിൽ ഈ അടുത്ത് തന്നെയാണ് ഇതുപോലത്തെ തന്നെ ഒരു വിഷയം നടന്നത്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. മാത്രമല്ല, ബംഗ്ലാദേശിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്തു. ഇപ്പോൾ നേപ്പാളിലും. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെ അഫക്റ്റ് ചെയ്യുമോ? നമ്മുടെ രാജ്യത്ത് ഇതേപോലെ, നമ്മുടെ രാജ്യം ഇതുപോലത്തെ ഒന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു രാജ്യമൊന്നുമല്ല. നമ്മുടെ രാജ്യം ഇന്ത്യ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. അങ്ങനെയൊന്നും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഒന്നാമത്തെ അതിനുള്ള റീസൺസ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥകൾ ഇതൊക്കെയാണ്. അത് എന്തായാലും നമ്മുടെ രാജ്യത്തിന് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം ഇനി നേപ്പാളിൽ ഇനിയിപ്പോൾ എന്ത് നടക്കുമെന്ന് നോക്കാം. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. നമ്മളൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടത്. ആ ഒരു വീഡിയോയ്ക്ക് 60K കൂടുതൽ വ്യൂസ് വന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അതൊരു ആക്ച്വലി പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ ചെറുതായിട്ട് പിന്നെ ഒന്ന് പേര് മാറ്റിയിരിക്കുകയാണ്. ഇനി ചാനലിൻ്റെ പേര് ദ എസ് അഭിജിത്ത് ഷോ എന്നാണ്. ഈ ഒരു എസ് അഭിജിത്ത് ഷോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇത്രയൊരു ഗ്യാപ്പ് ഇനി ഉണ്ടാവില്ല. നമ്മുടെ ഈ ചാനലിൽ ഇടാൻ പോകുന്നത് ഇതുപോലത്തെ ഡീപ്പ് എക്സ്പ്ലെയിനർ വീഡിയോസ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് എസ് അഭിജിത്ത്. പീസ്.